രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ജാമ്യം അനുവദിച്ചു. കേരളത്തിലെ ഒരു MLAക്ക് ജാമ്യം ഒരു ആരോപിക്കപ്പെട്ട പീഡന കേസിൽ ലഭിക്കുന്ന ആദ്യമായിട്ടായിരിക്കാം. രാഹുൽ മാങ്കൂട്ടം 14 ദിവസമായി തൻ്റെ ഒളി ജീവിതം തുടരുകയായിരുന്നു. അതിനെന്തായാലും വിരാമമായി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചൊരു കണ്ടീഷനുണ്ട്. അത് എല്ലാ തിങ്കളാഴ്ചയും 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരാകണം. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടൻ അവിടെ എത്തണം, അന്വേഷണത്തോട് സഹകരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ രാഹുലിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇതൊരു കൺസെൻറ്റോട് കൂടിയ അല്ലെ കോൺസെൻഷ്യൽ ഒരു സെക്സ് ആക്ടിവിറ്റി ആണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സ്ഥാപിക്കണം. അതിനുള്ള തെളിവുകൾ രാഹുൽ അങ്ങോട്ട് കൊടുക്കണം. ആ കേസിന് അകത്ത് പല ട്വിസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും മേജറായിട്ടുള്ള 62 BNSൻ്റെ 62 റേപ്പ് വകുപ്പ്, പഴയ IPC 376, അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുത്തത്. അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് അത് തെളിയിക്കണം. രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഈ സെക്ഷൽ ആക്ടിവിറ്റി നടത്തിയത്, അത് ബലപ്രയോഗത്തിലല്ല എന്ന് സ്ഥാപിച്ചു കഴിയുമ്പം തന്നെ അത് ആ കേസിൻ്റെ നിലനിൽപ്പ് തന്നെ അസ്ഥാനത്താകും. ഒരു ഡിലേയ്ഡ് ആയിട്ടുള്ള ഒരു FIR ആണ്. അതിനകത്ത് ഡിലേയ്ഡ് FIR എപ്പോഴും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ ഒരു മേജർ ഒഫൻസാണ്, അല്ലെങ്കിൽ റേപ്പാണ്, വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ, ആരോപണമല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസിൻ്റെ അടുത്ത് പറയുക. അത് ഒന്നെങ്കിൽ നിങ്ങളുടെ അതേ പോലീസ് സ്റ്റേഷനിൽ പറയുക, അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിലെങ്കിൽ ആണെങ്കിലും അവിടെ 0 FIR ഇപ്പോൾ ഉണ്ട്, അവിടെ പറഞ്ഞാൽ അവിടെ കേസെടുത്തിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം BNSൽ വളരെയധികം സൗകര്യം നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിനത് മടിക്കരുത്. ഡിലേ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രിലിമിനറി എൻക്വയറി നടത്തിയ ശേഷം മാത്രമേ SHO, സർക്കിൾ ഇൻസ്പെക്ടർ, പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ആ കേസ് രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഡിലേ വരുമ്പം തന്നെ അതിനകത്ത് എന്തോ ചില കൂട്ടിക്കുഴച്ചിലുകൾ, എന്തോ സ്വല്പം കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാവും, ജനങ്ങൾക്കും മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഡിലേ വന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരാൾ അപ്രതീക്ഷിതമായി നീങ്ങുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലനിൽക്കും കേസുകൾ. അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഫ്രണ്ട്ഷിപ്പായിട്ട് സ്ഥാപിച്ച് വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള സമയത്ത് അങ്ങനെ ചില ആക്ടിവിറ്റീസ് ഉണ്ടായി ഒരു കാരണവശാൽ ഏതോ ഒരു കാരണവശാൽ രണ്ടും കൂടെ തെറ്റിക്കഴിയുമ്പം ഒരു റേപ്പ് കൊടുക്കുക, ഒരു റേപ്പ് കേസിൽ അയാളെ കുരുക്കുക, അതൊക്കെ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. അതൊന്നും നിയമപരമായിട്ട് നിലനിൽക്കത്തില്ല. കാരണം ആ വകുപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ചും സുപ്രീം കോടതിയുടെ അതേ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ അനുസരിച്ചും അങ്ങനെയുള്ള കേസുകളൊന്നും നിലനിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടം ഇനി രംഗത്ത് വരണം. കാരണം സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ MLA തിരഞ്ഞെടുക്കപ്പെട്ട ആ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, അങ്ങോട്ട് പോകണം. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിച്ചിട്ട് ആ കേസ് നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും. ഇപ്പം മുൻകൂർ ജാമ്യം തന്നു എങ്കിലും കേസ് നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ആ നള്ളിഫൈ ചെയ്തു പോകാൻ, ഇത് ന്യൂട്രലൈസ് ചെയ്തു പോകാൻ ഇതിനകത്തൊരു ഒഫൻസ് ഇല്ല, ഒരു സമ്മതത്തോടെയുള്ളൊരു സെക്സ് മാത്രമേ ഉള്ളൂ, മറ്റുള്ള ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം രാഹുലിനറിയാം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ആ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകില്ല, കുറ്റച്ചാർജ് കോടതി കൊടുക്കില്ല. ആ പെൺകുട്ടിയായിട്ടുള്ള എന്താണ് പ്രശ്നം എന്നുള്ള യഥാർത്ഥ പ്രശ്നം രണ്ടുപേരും ഇരിക്കുമ്പം അത് സംസാരിച്ച് തീർക്കാനുള്ള കാര്യമേ ഉള്ളെങ്കിൽ ആ രീതി തീർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സുപ്രീം കോടതി അടുത്ത ദിവസം ഒരു ജഡ്ജ്മെൻറ്റും ഒരു ഡിസിഷനും വന്നത് സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. കാരണം തൻ്റെ ബോസ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു IT പ്രൊഫഷണലിനെ ഒരു റേപ്പ് കേസ് നടത്തി ആരോപിച്ചു. ആ പെൺകുട്ടിയും ഇയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളായി ഇതുപോലെ കേസ് നീണ്ടു വന്നു. ഇപ്പോൾ സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞപ്പം സുപ്രീം കോടതിയിലെ ജഡ്ജസ് 2 പേര് പറഞ്ഞു,
ഇതൊരു മീഡിയേഷൻ്റെ പുറത്ത് തീരാനുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തീരട്ടെ, അതുകൊണ്ട് ഇത് മീഡിയേഷന് വിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റേപ്പ് കേസ് എത്രയോ സീരിയസ് ആയ ക്രൂരമായ ഒരു ആക്ടിവിറ്റിയാണ്. അങ്ങനെ ആരോപിച്ച സാധനം അവസാനം ഇപ്പം സുപ്രീം കോടതി മുമ്പിൽ ആ കാര്യങ്ങൾ മുഴുവൻ സുപ്രീം കോടതി പരിശോധിച്ചപ്പം ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്രാവിറ്റി അതിനകത്ത് ഇല്ലെന്ന് തോന്നിയപ്പം സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരു മീഡിയ ടേബിളിൻ്റെ മുമ്പിൽ പോകണം, അവിടെ തീർക്കുന്നെങ്കിൽ അവിടെ വെച്ച് സെറ്റിൽ ചെയ്ത് പ്രശ്നം തീർക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 കേസിനകത്തും അവരോട് അടുപ്പമുള്ളവരാണ്, രണ്ടുപേരും സുഹൃത്തുക്കളാണ്, വളരെ നാളുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് അത് ഏതോ വിധത്തിൽ തെറ്റിയത്. അത് എന്താണ് അങ്ങനെ തെറ്റിയത് എന്ന് അറിയില്ല. അത് അവർക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരും രേഖപ്പെടുത്തണം. കേസ് നിലനിൽക്കോ ഇല്ലയോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും. കാരണം രണ്ടുപേരും തുറന്ന് സംസാരിച്ച് പ്രശ്നമായില്ലാത്ത ഒന്നുമില്ല. ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള കേസുകളും ഇത്ര ഗ്രാവിറ്റി എല്ലാം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും. രണ്ടുപേരും സത്യസന്ധമായി കേസിനോട് സഹകരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവും. ഞാനത് സെറ്റിൽമെൻറ്റ് സുപ്രീം കോടതി നടപ്പാക്കി ഇതുപോലെ തന്നെ എത്രയോ പ്രശ്നങ്ങളിൽ കൂടെ ലോവർ കോടതിയിൽ നിന്ന് വന്ന് അത് സുപ്രീം കോടതി വരെ ചെന്നിരിക്കുന്നു. ആ കേസ് അവസാനിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു റേപ്പല്ല എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും. അത് രണ്ടുപേരും തമ്മിൽ സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സാണ്, ഇത്രയും വർഷം നടന്നവരാണ്. അപ്പോഴുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടാവും, അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നത്. അതിനകത്ത് കാര്യമായ ഒരു ഒഫൻസ് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഉള്ളതുപോലെ ഇല്ല എന്ന് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തോന്നിയത് കൊണ്ടാണ് അത് മീഡിയേഷന് വിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയും ആ രീതിയിലുള്ള കാര്യമാണെങ്കിൽ നമുക്കിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം വളരെ ക്രൂരമായ കുറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് കോടതി വളരെ സീരിയസ് ആയിട്ട് അതൊക്കെ കണ്ടത്. അതിനകത്ത് എത്ര യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ തന്നെയും ഇനി തിങ്കളാഴ്ച തോറും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെടുത്ത് ഈ 2 കേസിലെ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് മറ്റേ എതിർകക്ഷികളെയും വിളിച്ച് അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഇതിനകത്ത് എവിടെയാണ് പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിൽ അതിനകത്തൊരു ഒഫൻസ് ഉണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തട്ടെ. അതിന് രണ്ടുപേരും സഹകരിച്ചുകൊണ്ട് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതിനകത്തൊരു സെറ്റിൽമെൻ്റ് ആണെങ്കിൽ ആ രീതിയിൽ പോകട്ടെ, അല്ലെങ്കിൽ കുറ്റചാർജ് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതേ സംബന്ധിച്ച് തർക്കം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർക്കെതിരായിട്ട് ഒരു അറസ്റ്റ് നീക്കം ഉണ്ടായി പോലീസ്. അത് 15-ാം തീയതി വരെ ജില്ലാ കോടതി തടഞ്ഞതായിട്ടും വാർത്ത വന്നിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ തന്നെയാണ് സന്ദീപ് വാര്യർ എന്ന KPCC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് എടുത്തത്. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി അത് 15-ാം തീയതിക്ക് അതിൻ്റെ തീരുമാനം പറയും. ഏതായാലും സന്ദീപ് വാര്യർക്ക് ഒരു ആശ്വാസമായി ആ കേസിനകത്ത്. അതുകൊണ്ട് ഈ കേസുകൾ കഴിവുള്ളിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ സഹകരിച്ച് സെറ്റിൽമെൻറ്റിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായി അതങ്ങ് തീർക്കുന്നതാണ് നല്ലത്. രാഹുലിനെ പോലെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലെയൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതുപോലെയുള്ള കേസിനകത്ത് ചെന്ന് ചാടാതെ അവർ പൊതുരംഗത്ത് തന്നെ പ്രവർത്തിച്ച് നിൽക്കണം. കാരണം പൊതുജനങ്ങൾക്ക് ധാരാളം പേര് ഇവർ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ എത്ര ഇവർ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ആരോപിച്ചാലും അവരെയൊക്കെ സ്വീകരിക്കുകയും അവരുമായിട്ട് വളരെ സ്നേഹത്തിൽ ഫീൽഡിലുള്ള ജനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഒരു കേസുണ്ടായാലും എന്തായാലും ശരി, അയാളെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞാലും ശരി, തീർച്ചയായിട്ടും അയാൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നാൽ പാലക്കാടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നിന്നാൽ തീർച്ചയായിട്ടും വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ, എല്ലാവരും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേർന്നുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഏത് പാർട്ടിയുടെ ആൾക്കാർ ശരി, യങ്സ്റ്റേഴ്സ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയ അതുകൊണ്ടായ പൊതുജന പിന്തുണ നിങ്ങൾക്കുണ്ടാവും.